മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചിരിക്കുന്നു. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ 73-ാം വയസ്സിലാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുന്നത്. മാർഷൽ വി സെബാസ്റ്റ്യൻ മാർഷൽ ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന കണ്ടത്. ആരോഗ്യ അല്പം ക്ഷീണിതനായിരുന്നു. എവിടെ വെച്ചാണ്? വീട്ടിൽ വെച്ചാണോ മരണം? മാർഷൽ, സംവിധായകൻ ഷാജി എൻ കരുണിന്റെ വിയോഗം. ദിവിഷ, സംവിധായകൻ ഷാജി എൻ കരുൺ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്ത് വസതിയിൽ മരണപ്പെട്ടത്. അദ്ദേഹം ദീർഘനാളായി സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. 71 വയസ്സായിരുന്നു. മലയാള സിനിമയിൽ വേറിട്ട ഒരു സംവിധാന ശൈലി കൊണ്ടുവന്ന സംവിധായകനായിരുന്നു ഷാജി എൻ കരുൺ. അദ്ദേഹം ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്തത് കുട്ടിസ്രാങ്കാണ്. പിറവിയും അതോടൊപ്പം തന്നെ സ്വമ്മും വളരെ വ്യത്യസ്തമായ രീതിയിൽ മലയാള സിനിമയിൽ തന്നെ ഒരു പരീക്ഷണ രീതിയിലേക്കുള്ള സംവിധാനം മികവുകൊണ്ട് ശ്രദ്ധേയനായിരുന്നുള്ള ആളായിരുന്നു ഷാജി എൻ കരുൺ. ജി അരവിന്ദനുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമാണ് അദ്ദേഹം ചലച്ചിത്ര മേഖലയിലെ സംവിധാന മേഖലയിലേക്ക് എത്തുന്നതിന് കാരണമായി വന്നിട്ടുള്ളത്. വേറിട്ട രീതികളിൽ മലയാള സിനിമയെ സമീപിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ദീർഘനാൾ ചലച്ചിത്ര അക്കാദമിയുടെയും ചുമതലയിൽ അദ്ദേഹം ഇരുന്നു. ആ സമയങ്ങളെല്ലാം തന്നെ മലയാള സിനിമയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഒരു കാലഘട്ടം ഷാജി എൻ കരുൺ എന്ന സംവിധായകനാൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഷാജി എൻ കരുണാണ് അല്പം മുമ്പ് മരണപ്പെട്ടത്. ഷാജി എൻ കരുൺ മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖനായ സംവിധായകന്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒട്ടേറെ സിനിമകളുടെ ദേശീയ തലത്തിൽ തന്നെ മലയാള സിനിമയുടെ ഒരു പ്രശസ്തി എത്തിച്ച ലോക വ്യാപകമായി തന്നെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സിനിമ മേളകളിലൊക്കെ തന്നെ മലയാള സിനിമയുടെ പ്രശസ്തി എത്തിച്ച സംവിധായകനായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം അല്പം ക്ഷീണിതനായ രൂപത്തിൽ തന്നെയാണെങ്കിൽ പോലും അദ്ദേഹത്തെ നമ്മൾ പൊതുവേദിയിൽ കണ്ടതാണ്. പിന്നീടാണിപ്പോൾ മരണം സംഭവിക്കുന്നത്. 73 വയസ്സായിരുന്നു. വളരെ വളരെ സജീവമായി സിനിമാ മേഖലയിൽ നിലനിൽക്കുകയും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മോഹൻലാൽ അടക്കമുള്ള ആളുകൾക്ക് ഏറ്റവും എന്നെന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന സിനിമകളിലൊന്ന് സമ്മാനിക്കുകയും ചെയ്ത സംവിധായകനാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയെ സംബന്ധിച്ച് ആ നിലയ്ക്ക് ഒരു ക്ലാസിക് സിനിമകളൊക്കെ എടുക്കുന്ന സംവിധായകൻ എന്ന നിലയ്ക്ക് വലിയ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്നത്. 73-ാം വയസ്സിലാണ് ഷാജി എൻ കരുണിന്റെ വിയോഗം സംഭവിക്കുന്നത്. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. അതിനിടെയാണ് അന്ത്യം സംഭവിക്കുന്നത്. ദേശീയ അന്തർദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു സംവിധായകൻ.